പ്രിയ കുട്ടികളെ, കുറച്ചുപേര് എത്തിയിട്ടുള്ളൂ. എന്നാൽ തന്നെയും 8 മണിക്ക് ക്ലാസ് തുടങ്ങുക എന്ന് പറഞ്ഞു. നമുക്ക് 8 മണിക്ക് തന്നെ തുടങ്ങാം. ശിവദിനെ കാണാനുണ്ട്. ജയാൻസി വന്ന് പോയി തോന്നുന്നു. ഏതിരുന്നാലും ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹോംവർക്ക് പറഞ്ഞിരുന്നു, യാത്രാ ഗാനങ്ങൾ പാടാൻ വേണ്ടി. ഗ്രൂപ്പിൽ ആരും പാടി കണ്ടില്ല. അങ്ങനെ ആവരുത്. നമ്മൾ ഹോംവർക്ക് പറഞ്ഞാൽ ഉടനെ അത് ചെയ്യണം. പിന്നെ ക്ലാസ് ഇവിടെ പറഞ്ഞതിന് പുറമെ റെക്കോർഡ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തു. ഇന്ന് നമ്മള് 4ാം ക്ലാസ്സിലെ പരിസര പഠനത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വിഷയമാണ് സയൻസ്. 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അതിന് അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ് എന്നാണ് പറയുക. അപ്പോ അതില് പ്രധാനമായിട്ട് 4 പാഠങ്ങളാണ് 1ാം ഭാഗത്തിലുള്ളത്. ഒറ്റയല്ലൊരു ജീവി. അവിടെ ജീവികളുടെ പരസ്പര ആശ്രയമാണ് ഉദ്ദേശിക്കുന്നത്. 4ാം ക്ലാസ് നമ്മൾ ആദ്യ പാഠത്തിൽ പഠിച്ചു, അങ്ങനെ തന്നെ. പിന്നെ വ്യാധികൾ പടരാതിരിക്കാൻ. വ്യാധി എന്ന് പറയുമ്പോൾ രോഗമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രോഗങ്ങളുടെ അവസ്ഥ. സ്പീക്കർ മ്യൂട്ട് ചെയ്തു. സ്പീക്കർ സംസാരം മ്യൂട്ട് ചെയ്തു കേട്ടോ. പറയാവുന്ന സമയത്ത് മാത്രം അത് ഓണാക്കിയ. വ്യാധി എന്ന് പറയുമ്പോൾ രോഗങ്ങളാണ്. അപ്പൊ രോഗങ്ങൾ പെടാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ, പടരുന്ന രോഗങ്ങള്, മുൻകരുതലുകൾ, അതൊക്കെയാണ് അതിൽ വരിക. ജലം നിത്യജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ജലത്തിന്റെ ഉപയോഗം എന്തൊക്കെ, അത് പല രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ജീവനുള്ള വിത്തുകൾ, അപ്പൊ അതില് വിത്തുകളെ കുറിച്ചുള്ള പഠനമാണ് വരുന്നത്. നമ്മൾ ഇന്ന് 1ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് വളരെ ഈസി ആയത്. നമ്മൾ 4ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമായിട്ട് വളരെ ബന്ധപ്പെട്ടതുമാണ്. നമ്മള് 1ാമത്തെ പാഠത്തില് ഒറ്റയല്ലൊരു ജീവിയും എന്നുള്ള ഒരു ഭാഗമാണ്. ഈ പക്ഷിയുടെ ചിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്താണ് ഇതിന്റെ പേര്? ആർക്ക് പറയാം? പറഞ്ഞോളൂ. മൈക്കോണാക്കി പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പക്ഷിയെ കാണാൻ പറ്റും. ആ പക്ഷിയുടെ പേര് മീൻകൊത്തി പൊന്മ, അങ്ങനെ പറയണം അല്ലെ? മീൻകൊത്തി പൊന്മ. നമ്മൾ മീൻകൊത്തി ചാത്തൻ എന്ന് പറഞ്ഞ മറ്റൊരു ജീവിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കണ്ടാൽ രണ്ടും ഒരുപോലെയാണ്. മീൻകൊത്തി ചാത്തനാകുമ്പോ പറമ്പിലൊക്കെ ധാരാളം അവർ കാണുന്ന ഒരു ജീവിയാണ്. പക്ഷെ അതിന്റെ തല ബ്രൗൺ കളറായിരിക്കും. ബ്രൗൺ കളറിലായിരിക്കും അതിന്റെ തല ഉണ്ടാവുക. എന്നാൽ ഇതിന് ബ്രൗൺ ഉണ്ടാവില്ല. കഴുത്തിന് താഴെ വെള്ള, അതേപോലെ നീല കളറാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ചോദിക്കുന്നുണ്ട്, ചിത്രം നിരീക്ഷിക്കൂ, ചിത്രത്തിലെ പക്ഷി ഏതാണ്, ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മീൻകൊത്തി പൊന്മ എന്ന് തന്നെ പറയണം, മീൻകൊത്തി ചാത്തനല്ല. അത് തമ്മിൽ വ്യത്യാസം. നമ്മുടെ നാട്ടിലെ മലമ്പൊന്മ എന്നറിയപ്പെടുന്നതാണ് മീൻകൊത്തി ചാത്തൻ. നമ്മളെ പുളിലങ്ങാടി, നമ്മുടെ ഈ പ്രദേശത്തൊക്കെ മലമ്പൊന്മ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. നോക്കൂ, ഈ പക്ഷി സാധാരണ എവിടെയാണ് കാണുന്നത്? നദീതീരത്ത്, കുളക്കരയിലോ ഒക്കെയാണ് ഇത് താമസിക്കുന്നത്. പൊന്മാൻ താമസിക്കുന്നത് എന്ന് വെച്ചാൽ അത് ആഹാരം തേടാനും ജീവിക്കാനൊക്കെ നദി, കുളക്കര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കാണുന്നത്. ജലസ്രോതസ്സുകൾ സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തെരഞ്ഞെടുക്കുന്നത്. ഇനി നോക്കൂ, അപ്പോ ആ ജീവിയുടെ പ്രത്യേകത അങ്ങനെ. നമ്മൾ അനുകൂലനങ്ങളൊക്കെ പഠിച്ചിരുന്നു, പക്ഷെ ഇവിടെ അനുകൂലനത്തെ കുറിച്ച് പറയുന്നില്ല. പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റും ഉണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ആടിന്റെ പ്രധാന ആഹാരം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ? ആടിന്റെ പ്രധാന ആഹാരം പുല്ല്, ഇല, ഇതൊക്കെ പറയാൻ പറ്റും അല്ലെ? പുല്ല്, ഇല, ഇതൊക്കെയാണ് ആടിന്റെ പ്രധാന ആഹാരം. പിന്നെ വെള്ളം കുടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട് എന്ന് ചോദിച്ചു. സസ്യഭാഗങ്ങൾ എന്നാ പറഞ്ഞു. ഭാഗം എന്ന് പറയുമ്പോൾ അത് പുല്ലാവാം, ഇലയാവാം, കായയാവാം, പൂവാവാം, മറ്റെന്തും ആവാം. സസ്യം ഒരു നേരിട്ട് ബന്ധമുള്ളതാവണം എന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെ? മാൻ, മുയല്, 2 ചിത്രമുണ്ട്. പിന്നെ പിന്നെ പുഴു, പിന്നെ പശു,
പശു ഉണ്ട്. ഇവിടെ മുയല് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തത്തയൊക്കെ പറ്റും. കാരണം തത്ത സസ്യഭാഗങ്ങൾ ആഹാരം കഴിക്കുന്ന പക്ഷിയാണ്. പക്ഷിയാണെങ്കിലും പറ്റും. മൃഗം തന്നെ ആവണമെന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ജീവികളാണ് നമ്മൾ പറയേണ്ടത്. ഇനി വാസസ്ഥലവും ആഹാരവും. ഇവിടെ കൊറ്റിയുണ്ട്, മീൻ പിടിക്കുന്നു. കാക്കയുണ്ട്. പിന്നെ തുമ്പി ആണ് അവിടെ കാണുന്നത് അല്ലെ, ഒരു പ്രത്യേക തരം തുമ്പി. താഴെ പാമ്പ് അല്ലെങ്കിൽ നീർക്കോലി, തവള, ആമ, ഒച്ച്, ഞണ്ട്, പുൽച്ചാടി, മത്സ്യങ്ങൾ, ഇതൊക്കെ കാണുന്നുണ്ട്. ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്ന നമ്മുടെ എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ വരും? പുൽച്ചാടി വരും. പിന്നെ പിന്നെ ഒച്ച് വരും. ഒച്ച്. വേറെ സംസാരിക്കുന്നുണ്ട് അവിടെ? ആരാ സംസാരിക്കുന്ന? ഫാത്തിയ അറബി പറയുന്നു. അപ്പോ ഒച്ച് ഇതില് സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവിയാണ്. അതേപോലെ ചില മത്സ്യങ്ങളും സസ്യങ്ങളുടെ ചില ഭാഗങ്ങൾ ആഹാരമാക്കും. ചെറു മത്സ്യങ്ങൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നുണ്ട്. അതായത് പുഴു പറഞ്ഞു. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ചെറുമീനുകൾ. അത് ഉദ്ദേശിക്കുന്നത് നമ്മള് ഈ കുളത്തിലോ തോടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങൾ കാണാൻ പറ്റും. അവയുടെ ഈ കല്ലിനോട് ചേർന്ന് നിൽക്കുന്ന പച്ച പായലുകൾ ഇങ്ങനെ കടിച്ചു തിന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ മത്സ്യങ്ങൾ. അപ്പൊ ചെറിയ മത്സ്യങ്ങള് അങ്ങനെ കഴിക്കും. ഈ ഉച്ച് പോലെയുള്ള വസ്തുക്കളൊക്കെ കഴിക്കും. ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്? ചെറിയ മീനിനെ പിടിക്കുന്ന വേറെ ആരൊക്കെ ഉള്ളത് എന്നാ ചോദിച്ചു. ആരൊക്കെ വരും? തവള, ഞണ്ട്, ആമ, കൊക്ക്, നീർക്കോലി. പിന്നെ കാക്കക്കും ഇഷ്ടം തന്നെയാണ് അല്ലെ. കാക്കയും മീൻ പിടിക്കും, മീനിനെ തിന്നും അല്ലെ. ഒഴിഞ്ഞു കിട്ടില്ല, പക്ഷെ വെള്ളത്തിൽ ഇറക്കി പിടിക്കില്ല എന്നേ ഉള്ളൂ. ഒഴിഞ്ഞ് ജീവൻ കുറഞ്ഞ മീനിനെ കിട്ടുകയാണെങ്കിൽ കാക്കയും പിടിച്ചു തിന്നും അല്ലെ. ഒച്ച് തിന്നൂല. വലിയ മീൻ ചെറിയ മീനെ തിന്നൂലേ? തിന്നും തിന്നും. ഓക്കെ. ചെറിയ വലിയ മീൻ ചെറിയ മീൻ. ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. ചെറിയ മീനുകൾ, ചെറിയ വർഗത്തിൽപ്പെട്ട മീനുകൾ സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത്. വലിയ മീനുകൾ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വലിയ മീനുകൾ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. കൊക്ക് അല്ലെങ്കിൽ കൊറ്റി എന്നും പറയും കേട്ടോ. വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കൂ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. സസ്യം, ചെറുമീന്, പുഴു. പിന്നെ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ജീവിയാണ് അതിൽ ഒച്ച്. അവിടെ ചിത്രത്തിലുള്ള ജീവിയാണ് ഒച്ച്. ഒച്ച് ഈ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ഒരു ജീവിയാണ്. പിന്നെ ചെറുമീനിനെ ആരൊക്കെ തിന്നുന്നത്? വലിയ മീന്, തവള, പിന്നെ നീർക്കോലി എഴുതാൻ പറ്റുമോ? ഇതിലെഴുതിയില്ല, സ്ഥലമില്ല, കുഴപ്പമില്ല. പിന്നെ അതിനെ തിന്നുന്നത് ആരാണ്? കൊക്ക്. വലിയ മീനിനെയും ചെറിയ തവളകളെയും കൊക്ക് തിന്നും. വലിയ തവളയെ കൊക്ക് തിന്നില്ല. പിന്നെ ഒച്ചിനെ അങ്ങനെ ആരും പെട്ടെന്ന് കഴിക്കലില്ല. കാക്കയെ അങ്ങനെ ഏതെങ്കിലും ജീവികൾ കഴിച്ചെങ്കിലും. പിന്നെ പുഴുവിനെ ആര് കഴിക്കും? കാക്ക കഴിക്കും. മരം കൊത്തി മറ്റു പക്ഷികളൊക്കെ കഴിക്കും അല്ലെ. അതേപോലെ തവള കഴിക്കും. തവള കഴിക്കും. അതേപോലെ വലിയ മീനുകള് പുഴുവിനെ കഴിക്കും. ഓക്കെ. അപ്പൊ അതൊക്കെ ഇതിൽ എഴുതാൻ പറ്റും. പുഴുവിനെ കഴിക്കുന്ന ആളുകൾ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. ഇനി കണ്ണി ചേർന്ന് നോക്കൂ. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കൂ. നമ്മൾ 4ാം ക്ലാസ്സിൽ ചെയ്ത് തന്നെയാണ്. അതേപോലെ ശാസ്ത്രമേളക്ക് വേണ്ടി തയ്യാറായതും കൂടിയാണ് ഈ ചിത്രം. സസ്യം, മാന്, മുയല്, പുൽച്ചാടി. ഇനി ഈ മാനിനെ കഴിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. സിംഹം പറ്റും. സിംഹം, നരി, പുലി, ഇതൊക്കെ പറ്റും. മുയലിനെ കഴിക്കുന്ന മറ്റൊരു ജീവി
പുലി, നായ, കുറുക്കൻ എല്ലാം പറ്റും. പുൽച്ചാടിയെ കഴിക്കുന്ന ജീവി പക്ഷികളെ ആലോചിച്ചാൽ മതി. പക്ഷികള്, ഓന്ത്, അരണ ഇതൊക്കെ പറ്റും. ഓക്കെ. ഇപ്പൊ ഓന്ത് പല നിറത്തിലുള്ള ഓന്തിനെ കാണാൻ പറ്റും. ഓന്ത് ചുവന്ന കളറായാൽ അത് രക്തം കുടിക്കാണ് എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അത് ശരിയല്ല. ഓന്ത് രക്തം കുടിക്കൊന്നുമില്ല ആരെയും. അത് തെറ്റായ ധാരണ, കുട്ടികൾക്കിടയിൽ തെറ്റായ വിശ്വാസമാണ്. ഓന്ത് രക്തം കുടിക്കുകയാണ്. ഓന്ത് അതുകൊണ്ടല്ല ചുവന്ന നിറാവുന്നത്. അത് പിന്നെ അവര് തമ്മിൽ കളിക്കുകയാണ്. അതായത് അതിന്റെ ഇണ തമ്മിലുള്ള ആകർഷണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ പൗഡർ കൺമശിയൊക്കെ ഇടുന്നത് പോലെ ചെയ്യുന്നൊരു പരിപാടിയാണ് ഓന്ത് ചുവപ്പ് നിറം. പൂർത്തിയാക്കി ആഹാരം എന്ന ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ അത് നമുക്ക് അവതരിപ്പിക്കാം, അവിടെ എഴുതാൻ പറ്റും. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരം എന്ന വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ്. അപ്പൊ ഇനി മാനിന് ശേഷം നമ്മൾ ജീവിനെ എഴുതി, അതിന് ശേഷം വീണ്ടും നമുക്ക് ജീവിനെ എഴുതാൻ പറ്റും. സിംഹമൊക്കെ എഴുതിയപ്പോ അതിന്റെ മേലെ എഴുതാൻ കഴിയില്ല. ഓക്കെ. ഇപ്പൊ മാനിനെ പിടിക്കുന്നത് കുറുക്കനൊക്കെ ആണെങ്കിൽ കുറുക്കനെ പിടിക്കുന്നത് സിംഹം എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അങ്ങനെ നായ പിടിക്കുകയാണെങ്കിൽ അതിനെ സിംഹം പിടിക്കുന്നു എന്നുള്ളത്. മുയലാകുമ്പോ അതിന് നേരെ മേലെ പാമ്പ് ഉണ്ടാവും. മുയലിനെ പിടിക്കുന്ന പാമ്പ്, വലിയ പാമ്പുകൾ ഉണ്ടാവും. അതിന് മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നരിയെ അല്ലെങ്കിൽ പുലി, സിംഹം ഇതിനൊക്കെ എഴുതാൻ പറ്റും. പുൽച്ചാടി ആകുമ്പോൾ ഓന്ത്, അരണ അങ്ങനെയുള്ള ജീവികളെ, തവള എഴുതാൻ പറ്റും. അതിനെ പിടിക്കുന്ന മയില്, അല്ലെങ്കിൽ മയിലൊക്കെ ഓന്തിനെ അരണനെയൊക്കെ പിടിക്കും. മറ്റൊന്ന് പുൽച്ചാടി തന്ന പക്ഷികൾ ഉണ്ടാവും, അതിനെ പിടിക്കുന്ന മറ്റു ജീവികളെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അതാണ്. ഇനി നോക്കൂ, താഴെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും ചിലപ്പോൾ. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു, ജീവികളുടെ ഈ പരസ്പര ബന്ധത്തിന് പറയുന്ന പേരെന്താണ്? അപ്പൊ നമുക്ക് നോക്കാം. ശൃംഖലാജാലം. അത് കണ്ടേ, ശൃംഖല എന്ന് പറഞ്ഞാൽ ചെയിൻ, ചങ്ങല എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്, ചിത്രം 1.2. അതിൽ നോക്കൂ, ഇവിടെ ഇലകളുണ്ട്, പുല്ലുകളുണ്ട്. അത് തിന്നുന്ന മാന്, പശു. ഇതിനെ തിന്നുന്നു നേരെ മുകളില് പുലി. ഇനിയിപ്പോ മറ്റൊന്ന് പുല്ല് തിന്നുന്നു, പുല്ല് നെല്ലൊക്കെ തിന്നുന്നു എലിയെ പിടിക്കുന്ന പൂച്ച, പൂച്ചയെ പിടിക്കുന്ന പുലി. ഇങ്ങനെ. പിന്നെ ചെടിയെ ആശ്രയിച്ച് പുൽച്ചാടിയെ തിന്നുന്ന ഒരു പക്ഷിയെ തിന്നുന്ന കുറുക്കൻ, കഴുകൻ, അങ്ങനെ പോകും. ഓക്കെ. ഇങ്ങനെ എല്ലാ ആഹാര ശൃംഖലയും ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ്. അങ്ങനെയാ മനസ്സിലാക്കുക. സസ്യങ്ങളിൽ നിന്നാണ്. പാറയും മണ്ണൊന്നും തിന്ന ഒരു ജീവി തുടങ്ങുന്നില്ലല്ലോ. അപ്പോ സസ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കരയിലെ പലതരം ആഹാര ബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും ആഹാര ബന്ധങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ. നമ്മൾ കരയിലുള്ളത് പോലെ തന്നെ കടലും ഒരു വലിയ ലോകമാണ്. അവിടെ നോക്കൂ, അവിടെ സ്രാവ് വലിയ ജീവിയാണ്. മത്തി മറ്റൊന്നാണ്. ചെറുമീനുകളുണ്ട്, ആമയുണ്ട്, പ്ലവകങ്ങൾ. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാല് ഈ പിന്നെ ജലത്തിലൂടെ ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങൾ, കണ്ണിൽ കാണാത്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ സസ്യങ്ങൾ. നമ്മൾ പാറയിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒച്ചുകളെ പായല് പിടിച്ച പോലെ കണ്ടിട്ടില്ലേ, പച്ച കളറ്. അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് പ്ലവകങ്ങൾ. അത് ഇങ്ങനെ ഒഴുകി നടക്കും. പിന്നെ പ്രത്യേകിച്ച് വേരുറച്ചു നിൽക്കൊന്നുമില്ല, അട്ടപ്പാവ് പോലെയൊക്കെ അങ്ങനെ ഒഴുകി നടക്കുന്ന അതാണ്. കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ. ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ പരിശോധിച്ച് ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം തയ്യാറാക്കൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശൃംഖലാജാലം എപ്പോഴും തുടങ്ങേണ്ടത് എവിടുന്നാണ്? സസ്യങ്ങളിൽ നിന്ന്. ഓക്കെ. സസ്യങ്ങളെ ആശ്രയിക്കുന്ന ചെറിയ ജീവികൾ, അതിനെ പിടിച്ചു നിന്ന വലിയ ജീവികള്, അങ്ങനെയാണ് പോവേണ്ടത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ജീവികൾ അതിന്റെ ആഹാരങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്താണ്? സ്രാവ്, കണവ, മീനുകള്, കടലാമ, ഇതിനൊക്കെ സ്രാവ് കഴിക്കും. ഒരു മീനിന്റെ പേരാണ്. മത്തി ചെറിയ മീനുകളെ കഴിക്കും, പ്ലവകങ്ങൾ കഴിക്കും. പ്ലവകം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്? ചെറിയ സസ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കടലാമ സസ്യത്തിന്റെ ചില ഭാഗങ്ങൾ കഴിക്കും, കായകളൊക്കെ കഴിക്കും. മീനുകളെ കഴിക്കും, ആമ. മണ്ണിര കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും ആമ.
ചെറുമീനുകൾ എപ്പോഴും പ്ലവകങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്, സസ്യാഹാരികളാണ്. ഓക്കെ. പ്ലവകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അതിന്റെ ഉത്തരമുണ്ട്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. അപ്പൊ വെള്ളത്തിലുള്ള സസ്യം എന്നതിന് അർത്ഥമില്ല. താമര, ആമ്പല് ഇതൊന്നും പ്ലവകമല്ല. ഓക്കെ. വേരുറച്ചു നിൽക്കാതെ അങ്ങനെ പോകണം, അപ്പോഴേ അത് പ്ലവകമാകും. ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലാതെ ജലത്തിലുള്ള സസ്യങ്ങളൊക്കെ പ്ലവകം അല്ല. അത് ശ്രദ്ധിക്കണം. എത്രയെത്ര ആഹാര ബന്ധങ്ങൾ. നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെ കുറിച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ. നമ്മളൊരു മരം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ മരത്തിൽ പല ജീവികൾ, നമ്മളത് 4ാം ക്ലാസ് ചെയ്ത കാര്യമാണ്. പിന്നെ തുടക്കത്തില് ചെറിയ ജീവികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മരത്തില്. സസ്യത്തിനെ നീരൂറ്റി കുടിക്കുന്ന പല ജീവികൾ ഉണ്ടാവും, മാറാല കെട്ടി നിൽക്കുന്ന ചിലന്തി ഉണ്ടാവും, അതിനെ പിടിക്കാൻ വരുന്ന പക്ഷികൾ ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മള് കണ്ടു പഠിച്ചു. ഇനി നിലനിൽപ്പിനായി ചിത്രം നോക്കും. എന്തൊക്കെയാ ചിത്രത്തിൽ കാണുന്നത്? പിന്നെ തവളയുണ്ട്, ഞണ്ടുണ്ട്, താറാവുണ്ട്, ആമയുണ്ട്, കൊറ്റിയുണ്ട്, തുമ്പയുണ്ട്. ഇങ്ങനെ പല ജീവികളുണ്ട്. കുളത്തിലെ മത്സ്യത്തെ കണ്ടോ? എവിടെ മത്സ്യം? ഓ, ഞണ്ടിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് അല്ലെ? ഇനി മത്സ്യത്തിന് നിലനിൽക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ വേണം? മത്സ്യത്തിന് നിലനിൽക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ വേണം? സൂര്യപ്രകാശം വേണം, പിന്നെ ജലസസ്യങ്ങൾ വേണം, വെള്ളം വേണം. അതാണ് ഞാൻ പറയാതൊക്കെയായിരുന്നു. അതായത് ഏറ്റവും പ്രധാനം വെള്ളമാണ്. അത് പറഞ്ഞിട്ടില്ല അല്ലെ? അങ്ങനെ പല കാര്യങ്ങള് ഉണ്ടെങ്കിലേ മത്സ്യത്തിന് നിലനിൽക്കാൻ കഴിയും. അതേപോലെ വെള്ളം മാത്രം പോലെ വെള്ളത്തിന് ഓക്സിജൻ വേണം. ഓക്കെ. വെള്ളത്തിൽ ഓക്സിജൻ കൂടി വേണം. അപ്പൊ കുളത്തിലെ മറ്റു ജീവികൾക്ക് നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? പല ജീവികൾക്കും പലതാവും ആവശ്യം ഉണ്ടാവുക. കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്താൻ. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കുക, ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ള ഘടകങ്ങളുണ്ട്, ജീവൻ ഇല്ലാത്തതുമുണ്ട്. അപ്പൊ നമ്മൾ ജീവനുള്ളവ ഏതൊക്കെയാണുള്ളത് ഈ പൂമ്പാറ്റിന്റെ ശരീരത്തിൽ എഴുതണം, ജീവൻ ഇല്ലാത്തത് ഈ പാറക്കല്ലിന്റെ മുകളിലും എഴുതണം. അപ്പൊ ജീവനുള്ളവ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ വരും നിലനിൽക്കാൻ ആവശ്യമായത്? സസ്യങ്ങളെ പെടുത്താം, ചെറിയ മീനുകളെ പെടുത്താം. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരു കുളത്തില് വരുന്നതാണ്. ഞണ്ട്, അതേപോലെ ചാത്തിൽ വരുന്ന എല്ലാ ജീവികളെയും പറ്റും. സസ്യങ്ങളും ജീവികളും ഒക്കെ ജീവനുള്ളതാണ് ഒരു കുളത്തിൽ. ജീവൻ ഇല്ലാത്തത്, അപ്പൊ ജീവൻ ഇല്ലാത്തത് എന്ന് പറയുമ്പോ വെള്ളം, വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന വായു, സൂര്യപ്രകാശം, ചെറിയ കുളത്തിനടിയിലെ മണ്ണ്, ഇതൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. കാരണം ആ മണ്ണില്ലെങ്കിൽ പിന്നെ സസ്യങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. ഇനി നോക്കൂ, അപ്പോ പരിസ്ഥിതിയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ജീവിയ ഘടകങ്ങൾ, അജീവീയ ഘടകങ്ങൾ. അജീവി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത. ആവാസം നമ്മൾ പഠിച്ചാണ് 4ാം ക്ലാസ്സിൽ. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണ് ഇത്. അപ്പോ നമ്മൾ സാധാരണ 4ാം ക്ലാസ് പഠിച്ചാണ് നമ്മളത്. ഒരു ജീവി ആഹാരത്തിനും പ്രജനനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ആശ്രയിക്കുന്ന സ്ഥലം, അതാണ് അതിന്റെ ആവാസം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭക്ഷണം, പിന്നെ അതിന്റെ കുട്ടികൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ, മറ്റൊന്ന് സുരക്ഷ, സേഫ്റ്റി, ഇതിനൊക്കെ വേണ്ടി ആശ്രയിക്കുന്ന സ്ഥലം, അതാണ് അതിന്റെ ആവാസം. അതല്ലെങ്കിൽ മറ്റൊരു ചുരുക്ക രീതിയിൽ പറഞ്ഞാൽ ഒരു ജീവിയെ സാധാരണയായി കാണപ്പെടുന്ന സ്ഥലമാണ് അതിന്റെ ആവാസം. ഒരു ജീവിയെ സാധാരണയായി കാണപ്പെടുന്ന സ്ഥലമാണ് അതിന്റെ ആവാസം. ഇത്രയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ഈ ഇവിടെ എന്തൊക്കെ വരച്ച ചിത്രങ്ങളാട്ടോ, ഫോട്ടോ ഒന്നല്ല. സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. അപ്പൊ ജൈവ വൈവിധ്യ ഉദ്യാനമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അത് നിരീക്ഷിക്കാൻ പറ്റും, അങ്ങനത്തെ സ്കൂളുകളൊക്കെ ആണെങ്കിൽ. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം? അതിൽ പല ജീവികളെ കാണുന്നുണ്ട്. നമ്മള് സ്കൂളിൽ നിരീക്ഷിക്കാറുണ്ട്, പല ജീവികളെ നിരീക്ഷിക്കാറുണ്ട്. അതേപോലെ നിങ്ങളവിടെ നിരീക്ഷിച്ച് എഴുതുകയാണ് വേണ്ടത്. ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ ഏതെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? ഇത് നമ്മൾ നിരീക്ഷണക്കുറിപ്പിൽ എഴുതേണ്ട കാര്യങ്ങളാണ്.
പിന്നെ മറ്റൊന്ന് നിരീക്ഷണ കുറിപ്പ് എഴുതുമ്പോ എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നിരീക്ഷണ ഉദ്ദേശ്യം, അതേപോലെ സാമഗ്രികൾ ആവശ്യമാണെങ്കിൽ എന്തൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഇപ്പോ ലെൻസ് ഒക്കെ ഉപയോഗിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും സംഗതികൾ ആവശ്യമുണ്ടെങ്കിൽ അത്, പിന്നെ നിരീക്ഷണ സാഹചര്യം എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് നിരീക്ഷിക്കുന്നത്. രാവിലെ നിരീക്ഷിക്കുമ്പോഴും ഉച്ചക്ക് നിരീക്ഷിക്കുമ്പോഴും വൈകുന്നേരം നിരീക്ഷിക്കുമ്പോഴും വ്യത്യസ്ത റിസൾട്ടാണ് കിട്ടുക. രാത്രി നിരീക്ഷിച്ചാൽ വേറൊന്നാണ് കിട്ടുക. അപ്പൊ വവ്വാലെ നിരീക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ രാത്രിയാണ് നിരീക്ഷിക്കേണ്ടി വരിക. അപ്പൊ അങ്ങനെ സമയത്തിന് പ്രാധാന്യമുണ്ട്. കണ്ടെത്തലുകൾ, നമ്മൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് കണ്ടെത്തിയത് അത് എഴുതണം. പിന്നെ നിഗമനം, അതിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് നിഗമനം എന്ന് ഉദ്ദേശിക്കുന്നത്. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവർക്ക് നിലനിൽക്കാനാവൂ. അത് ശ്രദ്ധിക്കണേ. ജീവനില്ലാത്തത് വേണം. അപ്പൊ നമ്മളാണെങ്കിലും വെള്ളം, വായു, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഗതികളാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അതേപോലെ ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനില്ലാത്തവർക്ക് നിലനിൽക്കാൻ കഴിയും. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നൊരു ചർച്ച വരും ക്ലാസ്സില്. ആ ചർച്ച വരുന്ന സമയത്ത് നമ്മളിത് പറയണം. ജീവിക്കണമെങ്കിൽ ജീവനില്ലാത്തതും ആവശ്യമാണ്. വെള്ളം, വായു ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ മറ്റു ജീവികളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്ന് നമുക്ക് സമർത്ഥിക്കണം. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കും. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ജീവിയെ സാധാരണ കാണപ്പെടുന്ന സ്ഥലമാണ് ആവാസം എന്ന് നമ്മൾ പറഞ്ഞു. ഭക്ഷണത്തിന്, അതിൻ്റെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാന്, അതേപോലെ സുരക്ഷയ്ക്ക്, ഈ വക കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ജീവി ആശ്രയിക്കുന്ന പരിസ്ഥിതി, അതാണ് അതിന്റെ ആവാസം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ നിർവചനം പറയുമ്പോൾ അത് മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ്: ഭക്ഷണം, കുട്ടികൾ, സുരക്ഷ. ഈ 3 കാര്യം എപ്പോഴും ഓർക്കണം. ഇതിനു വേണ്ടിയാണ് നോക്കുക, ജീവികളെ നോക്കുക. മനുഷ്യന്മാരെ പോലെ വലിയ ഉദ്ദേശങ്ങളൊന്നും മൃഗങ്ങൾക്കില്ല. മൃഗങ്ങളുടെ ഉദ്ദേശങ്ങൾ എത്തിയുള്ളൂ. നമ്മളാണെങ്കിൽ സ്കൂളിൽ പോകണം, അതിന് എവിടുന്ന അപ്പോ പിന്നെ മദ്രസ പോകണം, പിന്നെ വാഹനം നോക്കും, ഇതൊക്കെ നമ്മൾ നോക്കും. റോഡുണ്ടോ, വെള്ളമുണ്ടോ, കിണറുണ്ടോ, ഇതൊക്കെ നോക്കും. ജീവികളെ സംബന്ധിച്ച് അതൊന്നും നോക്കൂല. ഇവിടെ പലതരം ആവാസങ്ങളെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങള്. ഒന്ന് ഒരു പുൽമേടാണ്, നല്ല പരന്നു കിടക്കുന്ന പുൽമേട്. മറ്റൊന്ന് മരുഭൂമിയാണ്. മരുഭൂമിയിൽ ചില ജീവികൾ ജീവിക്കും. ആ ജീവികളെ പിടിച്ചു കൊണ്ടുവന്ന് നമ്മൾ സാധാരണ സ്ഥലത്ത് പുഴയിലോ അല്ലെങ്കിൽ മറ്റേതോ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവ ചത്തുപോകും. അപ്പൊ അതുകൊണ്ട് മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവികൾക്ക് അവിടെ തന്നെ ജീവിക്കാൻ കഴിയുള്ളൂ. ഇവിടെയുള്ള ജീവികളെ കൊണ്ടുപോയി മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടാൽ അതും അവ ജീവിക്കാൻ കഴിയില്ല. പശുവിനൊക്കെ പിടിച്ചിട്ട് നമ്മൾ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടാല് പശുവിന് നിലനിൽക്കാൻ കഴിയും. മറ്റൊന്ന് കായലാണ്. കണ്ടൽ കാടുകളൊക്കെ നിബിഡമായ കായൽ അല്ലെങ്കിൽ പുഴ, അവിടെ ജീവിക്കുന്ന ജീവികള് മറ്റൊരു വിഭാഗം. അതൊക്കെ ഓരോരോ ആവാസങ്ങളാണ്. ഇനി മറ്റൊന്ന് മഞ്ഞ്, ഹിമ പ്രദേശം, മഞ്ഞുള്ള സ്ഥലം. അവിടെ ഉള്ള ജീവികൾക്ക് കട്ടിയുള്ള തോലിനടിയിൽ പിന്നെ നിറയെ കൊഴുപ്പ്, അതേപോലെ രോമങ്ങള്, ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. നോക്കൂ, ഇതവിടെ ആവാസങ്ങളുടെ പേര് ഏതാ പറഞ്ഞ പുൽമേട് ഒന്നാമത് കണ്ടു, മരുഭൂമി, പിന്നെ നദി, മഞ്ഞ് മൂടിയ സ്ഥലങ്ങൾ, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ആഹാരക്കാട്, 2 ജീവികളുടെ ആഹാരക്കാടാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അത് എളുപ്പമുണ്ട് പരിപാടി. ഇത് കാക്ക ആഹാരം, അത് എന്തൊക്കെ കഴിക്കുന്നത്? ചെറുജീവികള്, പഴങ്ങള്, ധാന്യങ്ങള്, ഭക്ഷണാവശിഷ്ടങ്ങള്, മൃതാവശിഷ്ടം എന്ന് പറഞ്ഞാല് ചത്ത ജീവികളുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആടാകുമ്പോ ആഹാരം, പുല്ല്, ഇലകള്, ധാന്യങ്ങള്, അതൊക്കെ. ഇതുപോലെ മറ്റു ജീവികളുടെ ആഹാരക്കാടുകൾ തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കോഴിയുടെയോ തത്തയുടെയോ മുയലിന്റെയോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ജീവികളുടെ കുറച്ച് 4-5 ജീവികളുടെ ആഹാരക്കാടുകൾ നമ്മൾ തയ്യാറാക്കേണ്ടി വരും. കൂടിയാലും കുറഞ്ഞാലും ഇതാണ് പ്രശ്നം. നോക്കൂ നിങ്ങൾ, ആഹാര ശൃംഖലാജാലം. ഇവിടെ നോക്കൂ, ഇവിടെ സസ്യങ്ങൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പുൽച്ചാടി, പോത്ത്, മാന്, ഇനി അതിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റു ജീവികൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കൂ.
ഈ ആവാസ വ്യവസ്ഥയിൽ കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? കടുവകൾ ഇല്ലാതായാൽ, കടുവ വലിയ ശല്യമാണ്, മനുഷ്യന്മാരൊക്കെ പിടിക്കുകയാണെന്ന് പറഞ്ഞ് ആളുകൾ എന്ത് ചെയ്തു? കടുവനെ കൊന്ന് തീർത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? ആർക്ക് പറയാം? കടുവയെ കൊന്നു തീർത്താൽ എന്ത് സംഭവിക്കും? കടുവയില്ലാത്ത ലോകം. എന്ത് ചെയ്യും? മനസ്സിലാവണില്ല. അപ്പൊ കടുവ കഴിക്കുന്ന ജീവികളുടെ എണ്ണം കൂടും. കുറുക്കന്റെ എണ്ണം കൂടും, പോത്തിന്റെ എണ്ണം കൂടും, മാനിന്റെ എണ്ണം കൂടും. ഇതൊക്കെ എന്താ സംഭവിക്കുക? ഈ മാനിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എല്ലാ പുല്ലും മാനം തിന്നു തീർക്കും. പിന്നെ പുല്ലുണ്ടാവില്ല, പിന്നെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. പോത്തിന്റെ എണ്ണം കൂടിയാലോ, പോത്ത് എല്ലാ പുല്ലും തിന്നു തീർക്കും, പിന്നെ പുല്ലുണ്ടാവില്ല. അപ്പോ ഭൂമി നിലനിൽക്കൂല. കുറുക്കന്റെ എണ്ണം കൂടിയാലോ, കുറുക്കൻ എന്ത് ചെയ്യും? എല്ലാ കോഴികളെയും പിടിച്ചു തിന്നും, അപ്പൊ കോഴി ഉണ്ടാവില്ല. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം കൂടുകയോ അതല്ലെങ്കിൽ കുറയുകയോ ചെയ്താൽ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ജീവികളുടെ എണ്ണം, മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദ്യമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് കടുവാ സംരക്ഷണം എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. ഭക്ഷ്യശൃംഖല ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഈ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവർക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലെ ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതാണ് പ്രശ്നം. ഓക്കെ. ഇപ്പൊ ഓന്ത് കുറച്ച് കുറഞ്ഞാൽ ചില കുട്ടികളൊക്കെ ഓന്തിനെ പുറത്ത് തല്ലിക്കൊല്ലും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അരണയോ അതല്ലെങ്കിൽ തവളയോ ഒക്കെ ആ ഒരു ധർമ്മം നിർവഹിക്കും. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കും. എന്നാൽ കടുവ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകരം കുറെ സിംഹങ്ങൾ വരിക എന്നൊന്നുമില്ല. അപ്പോ അതുകൊണ്ടാണ് കടുവയെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഉയർന്ന തലത്തിൽപ്പെട്ട ജീവികളെ സംരക്ഷിക്കും. ഇനി നോക്കൂ, അധിനിവേശക്കാർ. അധിനിവേശക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ജീവികളാണ്. അതുകൊണ്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ പുതിയതായിട്ട് എത്തിയ ആളാകുമ്പോ എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും അവർക്ക് ശത്രുക്കൾ ആരും ഉണ്ടാവില്ല. എന്നാൽ അവരെല്ലാരും പിടിച്ചു തിന്നും ചെയ്യും. അങ്ങനത്തെ കുറച്ച് ജീവികളുണ്ട്. അതിൽപ്പെട്ടതാണ് ആഫ്രിക്കൻ മുഷി. മുഷി എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്താ പറയലടാ? മുജ് എന്ന് എന്താ പറയല്? ആ, അതെ അതെ അതെ, ആഫ്രിക്കൻ മുഷി. ഏ അത് വലിയ ജീവിയാവും. അങ്ങനെ വലിയ ജീവിയാവുമ്പോ അത് എല്ലാരും പിടിച്ചു തിന്നും, അതിനാരും പിടിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. 2 കിലോയുള്ള ആഫ്രിക്കൻ മുഷിനൊക്കെ ഞാൻ പിടിച്ചിട്ടു കിട്ടി ചൂണ്ടലിൽ. അപ്പൊ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളോ സസ്യങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്തൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഏതാ അറിയോ? അതാണ് ഒന്ന് ആഫ്രിക്കൻ ഒച്ച്. ആഫ്രിക്കൻ നോട്ട് ചെയ്ത് വെച്ചോട്ടെ, പ്രത്യേകം നോട്ട് ചെയ്തപ്പോൾ അന്ന് ഓർമ്മ വേണം. നിങ്ങളോട് ടീച്ചർ ചോദിക്കും അങ്ങനെയുള്ള വല്ല ജീവികളുണ്ടോ. അപ്പോൾ ഓർത്ത് വെക്കുക, ആഫ്രിക്കൻ ഒച്ച് അങ്ങനെ ജീവി. ആ ഒച്ചിന്റെ പ്രത്യേകത, അതിനാരും തിന്നൂല്ല, എന്നാ അതെല്ലാം തിന്നു തീർക്കും ചെയ്യും. പെട്ടെന്ന് പെറ്റുപെരും. പിന്നെ അത് മേലിലെ ദേഹത്തൊക്കെ നമ്മുടെ മേലിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലേ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഒച്ച് ഒരു ശല്യക്കാരനാണ്. മറ്റൊന്നാണ് ആഫ്രിക്കൻ പായൽ. ഒക്കെ ആഫ്രിക്കയാണ് അല്ലേ? ആഫ്രിക്കൻ പായൽ അത് പ്രശ്നക്കാരനാണ്. അതിന്റെ പ്രത്യേകത ജലത്തിൽ പെട്ടെന്ന് പെറ്റുപെരുകും. എന്നിട്ട് പെറ്റുപെരുകല്ല, പുതിയ ചെടികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പുതിയ ചെടികൾ ഉണ്ടായി അത് പെട്ടെന്ന് വളരുകയും മറ്റു സസ്യങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ 2 ജീവികളുടെ പേര് ഞാൻ പറഞ്ഞു. ഇനി അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ പറഞ്ഞത്. മുതിർന്ന ആളുകളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം, പുസ്തകങ്ങളിൽ ചോദിച്ച് മനസ്സിലാക്കണം, പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ മറ്റേതെങ്കിലും ജീവികളുണ്ടോ? 2 ജീവികളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കൃഷിക്കാരോടൊക്കെ അഭിമുഖം നടത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ആഹാര ബന്ധം
എന്ന് ചോദിച്ചിട്ടുണ്ട്. ആഹാര ശൃംഖലാജാലം കണ്ടല്ലോ, പുല്ലിനെയാണ് എല്ലാം ആശ്രയിക്കുന്നത്. അതിനെ ആശ്രയിക്കുന്ന ജീവികളെ പലരും ആശ്രയിക്കുന്നു. എന്നിട്ട് നോക്കൂ, ഇതിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാരബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പല തലത്തിലും ബന്ധപ്പെട്ട ഒരു ശ്രേണി. അതിൽ ചെടി, പുഴു, കോഴി, കുറുക്കൻ, പിന്നെ കഴുകൻ, കഴുകൻ പിടിക്കൂട്ട കുറുക്കനൊക്കെ, ഇങ്ങനെയുള്ള ശ്രേണികൾ കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ എപ്പോഴും എവിടെ നിന്ന് തുടങ്ങണം? പുല്ലിൽ നിന്ന് തുടങ്ങണം. അവസാനം ഏതെങ്കിലും വലിയ ജീവിയാണ് ഉണ്ടാവുക. ഇവിടെ ഒന്നാമത്തെ കണ്ണി പുല്ല്, അവസാനത്തെ കണ്ണി കഴുകൻ. ഇങ്ങനെ പല കണ്ണികൾ ഈ ചിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. പല കണ്ണികൾ കണ്ടെത്താൻ പറ്റും. ഒന്നും രണ്ടൊന്നല്ല. ഇപ്പോ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, അങ്ങനെ പോയി. പുല്ല്, അണ്ണാൻ, പൂച്ച, കഴുകൻ, അങ്ങനെ പോയി. പുല്ല്, അണ്ണാൻ, പാമ്പ്, കഴുകൻ, അങ്ങനെ പോയി. പിന്നെ പുല്ല്, അണ്ണാൻ, കുറുക്കൻ, കഴുകൻ, അങ്ങനെയും പോയി. അങ്ങനെ പോകുന്ന ഒരു രീതി. അതപ്പോ ഒന്നാമത്തെ എപ്പോഴും പുല്ലായിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവസാനം ഏതെങ്കിലും ഒരു വലിയ ജീവിയായിരിക്കും. സിംഹമോ കഴുകനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വലിയൊരു ജീവിയായിരിക്കും ഉണ്ടാവുക. പിന്നെ ആ ജീവികൾക്ക് അവര് തമ്മിൽ പരസ്പരം കടിച്ചു കീറിയോ അങ്ങനെ എങ്ങനെയൊക്കെ വെച്ചാൽ അവരങ്ങനെ നശിച്ചു പോകലാണ് സാധാരണ. അല്ലെങ്കിൽ അത് ഒന്നിച്ച് പെരുകൂലേ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ കയ്യിലുണ്ടാവും. അല്ലെ, സിംഹം ഒന്നിച്ച് പെരുകൂലേ, അങ്ങനെയാണെങ്കിൽ സിംഹത്തിന് ആരും പിടിക്കണില്ലല്ലോ. ഒന്ന് സിംഹത്തിന് കുട്ടികൾ കുറവായിരിക്കും പൊതുവെ. സസ്യ കഴിക്കുന്ന ജീവികളുടെ അത്ര സ്പീഡിൽ പെറ്റി പെരുകൂല. മറ്റൊന്ന്, അവ തമ്മിൽ തന്നെ കടിച്ചു കീറും. പൂച്ചകളെ കണ്ടില്ലെങ്കിൽ പൂച്ചകൾ നായകളെ കടിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അവർ തമ്മിൽ കടിച്ചില്ലാതെ. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവര് ആഹാരത്തിന്റെ കണ്ണികൾ പറഞ്ഞ കൂട്ടത്തിൽ മനുഷ്യനെ എവിടെ എഴുതിയിട്ടില്ല. അതെന്താ? അത് നിങ്ങൾ ചോദിക്കണം. നമ്മൾ ഈ കണ്ണീര് പെട്ടതല്ലേ എന്ന് നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കാൻ പറ്റും. മനുഷ്യനെ എണ്ണയില്ലല്ലോ, നമ്മളിപ്പോ ഇതിൽ പെട്ടതന്നെയല്ലേ. അത് ശരിയായില്ല, നമ്മളെ മാറ്റി നിർത്തി. ഇനി ആഹാര നിർമ്മാണം സസ്യങ്ങൾ ആഹാരം നോക്കൂ. നിങ്ങൾ സസ്യങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? സസ്യങ്ങൾ ആഹാരം സ്വയം നിർമ്മിക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാല് പിന്നെ അതിന് വെള്ളവും കുറച്ച് ലവണവും അതേപോലെ വായു ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും സസ്യം. നോക്കൂ, അതിന് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. രാവിലെയും വൈകുന്നേരം നമ്മളെ പോലെ ചായയും പത്തിരിയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഒന്നും വേണ്ട. അത് മണ്ണിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഘടകങ്ങളൊക്കെ വലിച്ചു ചേർത്ത് അത് സ്വന്തം ആഹാരമാക്കി മാറ്റി അങ്ങനെ ജീവിക്കുന്നതാണ്. ഇതിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? എന്താ ചോദിച്ചുള്ളത്? സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എഴുതാം, പിന്നെ ജലം എഴുതാം, പിന്നെ സൂര്യപ്രകാശം വേണം, പിന്നെ ലവണങ്ങൾ, അതല്ലെങ്കിൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ വളം എന്നൊക്കെ പറയാലോ. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ വേണം. അത് ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞല്ലോ. ഇവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശ ഊർജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്നറിയപ്പെടുന്നു. അപ്പൊ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം, ലവണം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാരം ഉണ്ടാക്കുന്നതിനെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. അപ്പൊ ഇലകളിലുള്ള ഹരിതകം എന്ന വർണ്ണ വസ്തുവാണ് ഇതിൽ സസ്യങ്ങളെ സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു. ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന സമയത്താണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. അല്ലാതെ രാത്രി അവ ശ്വസിക്കുന്നത് സാധാരണ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്, പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. പക്ഷെ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. അപ്പോ രാത്രി മരത്തിന് ചുവട്ടിൽ കിടന്നൊക്കെ വിചാരിച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. പകലാകുമ്പോഴാണ് അവർ ഓക്സിജൻ ധാരാളമായിട്ട് പുറത്തു വിടുന്നത്. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ശ്വസിക്കാൻ വേണ്ടി ജീവികളായാലും സസ്യങ്ങളായാലും ഉപയോഗിക്കുന്ന ഓക്സിജൻ തന്നെയാണ്.
എന്നാൽ പ്രകാശ സംശ്ലേഷണം, അതായത് ആഹാരം ഉണ്ടാക്കുന്ന കാര്യം സസ്യങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതിനു വേണ്ടി അവര് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ശ്വസിക്കുന്ന പുറത്ത് ശ്വസിക്കുന്ന സമയത്ത് പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, വാഹനങ്ങളിൽ നിന്ന് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം സസ്യങ്ങളാണ് വലിച്ചെടുത്ത് അവ നന്നായിട്ട് തഴച്ചു വളരുകയും അതോടൊപ്പം അത് ഓക്സിജനാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇനി സസ്യങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇലയിലൂടെയാണ്. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലയാണ്. അപ്പൊ അതുകൊണ്ട് ഇലയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി പലതരം നിറത്തിലുള്ള സസ്യങ്ങള്, അതിലൊക്കെ ഓരോ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നിറം വ്യത്യാസം വരുന്നത്. പിന്നെ മറ്റൊന്ന് ഇലകളുടെ പ്രത്യേകതകൾ. ഇല ഇവിടെ ഓരോരോ ഇല, മാവ്, പ്ലാവ്, ഇതിനൊക്കെ ഓരോരോ ഇലയായിട്ട് വന്നിട്ടുണ്ടാവും. അതേ സമയത്ത് രണ്ടിലകൾ ഒരുമിച്ചുള്ള ഇലകളുണ്ട്, ദ്വിപത്രങ്ങള്. ബഹുപത്രങ്ങളായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഒരു ഞെട്ടിൽ നിന്ന് ഒരുപാട് ഇലകള്, അരളി, പാല, വേറെയും പല ചെടികളുണ്ട്, നിങ്ങൾ നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. പിന്നെ മുരിങ്ങയുടെ ഇല മറ്റൊരു തരത്തിൽപ്പെട്ടതാണ്. ഓർക്കാപ്പുളിയുടെ ഇല, നമ്മളെ ഇരുമ്പൻ പുളി എന്നൊക്കെ പറയും ചില നാട്ടിൽ, പുളിയുടെ ഇല, ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയുള്ള ഇലകളെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളുണ്ട്. ഞാൻ ഇനി അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മളെ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്താം.